Assalamualaikum guys, welcome back to Ken's Vlogs. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുന്നു. അപ്പോൾ ഗൈസ് സോറി, ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. കാരണം ഞാൻ ഈദ് ആയതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് വന്നു കേട്ടോ. അതുകൊണ്ടാണ് കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടാത്തത്. സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വാച്ച് റിവ്യൂ അല്ല, ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ അല്ല, അങ്ങനത്തെ ഒരു വീഡിയോ അല്ല. ഇന്നൊരു സൂപ്പർ ക്ലാസിക് കാറായ അംബാസഡർ മാർക്ക് 4. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന അംബാസഡർ മാർക്ക് 4. ഇതൊരു സൂപ്പർ ക്ലാസിക് മോഡൽ കാറാണ്. അപ്പം നമുക്ക് ഇതിൽ റിവ്യൂ ഇട്ടാലാ? എല്ലാവരും പോയോ? അപ്പോൾ ഗൈസ് മിക്ക ആൾക്കാരും അംബാസഡർ കണ്ടിട്ടുണ്ടാവുക വൈറ്റ് ഓർ ബ്ലാക്ക് അല്ലേ. പക്ഷെ ഇതൊരു ഗ്രീൻ കളർ. ഇത് പ്രത്യേകിച്ച് ആരും ഇങ്ങനെ കളർ അടിക്കൂല. പക്ഷെ ഇതൊരു രസത്തിന് വേണ്ടിയിട്ട് അടിച്ച കളറാട്ടോ ഗൈസ്. കാരണം എല്ലാവരും ഇത് നോക്കും ഈ കളർ കണ്ട. പിന്നെ ഒരു കാര്യമാണ് ഇത് ഈ ഷെയ്ഡ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കളയും ചെയ്യാം. ഇത് ഇങ്ങനത്തെ സ്ട്രെയിറ്റ് ടൈപ്പ് ഉണ്ട്, പിന്നെ ഓവൽ ടൈപ്പ് ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ പക്ഷെ ഇത് വെച്ച വണ്ടിക്ക് ഒരു പ്രത്യേക ഭംഗിയാട്ടോ. ഇപ്പൊ ഗൈസ് നിങ്ങൾക്ക് വീല് നോക്കിയാൽ കാണാം, ഇത് അംബാസഡർ മാർക്ക് 4 സ്പെഷ്യലൈസ്ഡ് ആയിട്ട് വരുന്ന വീലാട്ടോ ഗൈസ്. പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരു വൈറ്റ് റൗണ്ട് കാണുന്നില്ലേ, അത് കോയമ്പത്തൂരിൽ നിന്ന് വരുത്തിയാട്ടോ ഗൈസ്. കാരണം അത് ഇവിടെ ഒന്നും കിട്ടാനില്ല, അതുകൊണ്ടാട്ടോ ഗൈസ് കോയമ്പത്തൂരിൽ നിന്ന് വരുത്തി. നോക്കി കാണാം ഈ ലോഗോ, അംബാസഡറിന്റെ ലോഗോ. പക്ഷെ ഇത് മാർക്ക് 4 ലോഗോ അല്ല, ഇത് മാർക്ക് 3 വരെ ഉള്ളൂ ഈ ലോഗോ. അപ്പോൾ എൻ്റെ വാപ്പച്ചിക്ക് ഈ ലോഗോ ഭയങ്കര ഇഷ്ടമായത് കൊണ്ടാണ് ഈ മാർക്ക് 4 മാർക്ക് 3 ഈ ലോഗോ വെച്ചിരിക്കുന്നത്. ഇതിന്റെ നമുക്കിനി ഇതൊരു ബോണറ്റ് തുറക്കാം. ഇതിന്റെ ബോണറ്റ് തുറക്കണമെങ്കിൽ ഇവിടെ ഒരു ലെവറുണ്ട്, അത് പിടിച്ചിട്ട് നല്ലപോലെ വലിക്കണം, എന്നാൽ മാത്രമേ ബോണറ്റ് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ഗൈസ് നമുക്ക് ബോണറ്റ് തുറക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് ഇതിൻ്റെ എൻജിനാണിത്. ഇതാണ് ഇതിൻ്റെ എയർ ഫിൽട്ടർ. ഇത് 4 സിലിണ്ടർ പെട്രോൾ എൻജിനാണ് കേട്ടോ ഗൈസ്. 2000cc പെട്രോൾ എൻജിനാണിത്. ഇതാണ് ഇതിൻ്റെ ബാറ്ററി, ആമറോണിൻ്റെ ബാറ്ററി ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് ഇതിൻ്റെ എയർ ഫിൽട്ടർ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് അടപ്പാട്ടോ. നമുക്ക് അംബാസഡറിൻ്റെ ഉള്ളിൽ നോക്കാട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് ക്വാർട്ടർ മിറർ. ഇത് തുറക്കണമെങ്കിൽ ഇവിടെ സ്വിച്ച് ഉണ്ട്. ഇതിങ്ങനെ അമർത്തിയിട്ട് കണ്ടോ, ഇത് ഇങ്ങനെ അമർത്തിയിട്ട് വേണം ഇത് തുറക്കാൻ. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ അമർത്തിയിട്ട് വേണം ഈ ക്വാർട്ടർ മിറർ തുറക്കാൻ. ഇത് ജസ്റ്റ് ഇങ്ങനെ വലിച്ചാൽ ഇത് ലോക്കാവും ചെയ്യും കണ്ടോ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ലൈറ്റിൻ്റെ സ്വിച്ച് ആട്ടോ. ഇത് ലൈറ്റ് ഓൺ ആക്കേണ്ടി ഓഫ് ആക്കേണ്ടി സ്വിച്ച്, ഇതൊക്കെ ലൈറ്റിൻ്റെ സ്വിച്ച്. പിന്നെ ഇവിടെ ഇല്ല നമ്മൾ കീ ഇട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ആക്കാൻ പോണത്. പിന്നെ നിങ്ങൾക്ക് ഈ സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വുഡാട്ടോ, ഇതൊക്കെ വുഡാണ്. ഇതിൻ്റെ നടുക്കുള്ള ഈ റൗണ്ടിൽ ഇതാണ് ഇതിൻ്റെ ഹോണ് കണ്ടോ, വലിയ ഹോണാട്ടോ, നല്ല ഗാംഭീര്യമുള്ള ഹോണാണ്. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ആക്കുകയാണെങ്കിൽ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് വരയ്ക്കുന്നത് ഇത് സ്റ്റോറേജ് സ്പേസ് ആട്ടോ ഇതിൻ്റെ. ഇത് കീ ഇട്ടിട്ടാണ് നമ്മൾ അൺലോക്ക് ചെയ്യുക. ഇത് ആ സൈഡിലും ഉണ്ട് കേട്ടോ ഗൈസ്, 2 സൈഡിലും ഉണ്ട് ഓരോ സ്റ്റോറേജ് വീതം. പിന്നെ ഗൈസ് ഇതിന് ഹാൻഡ് ഗിയർ ആട്ടോ. ഇവിടെ അല്ല ഇതിന് ഗിയർ, ഇതിന് ഇവിടെയാണ് ഗിയർ കണ്ടോ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് സ്പീഡോമീറ്റർ. പിന്നെ ഇത് ഓയിലിൻ്റെ ഇത് ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ ഇത് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യേണ്ട സാധനം. പിന്നെ ഇത് ഫ്യൂവൽ. പിന്നെ ഇത് ആംബിയർ, ബാറ്ററിൻ്റെ ആംബിയർ നോക്കേണ്ട സാധനം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ 4 ലെവർ ഉണ്ട്. ഇത് ഹെഡ്ലൈറ്റിൻ്റെ ലെവറാണ്. പിന്നെ ഇത് ഡാഷ്ബോർഡ് ലൈറ്റ്. രാത്രി ആകുമ്പോൾ ഡാഷ്ബോർഡ് കത്തണമെങ്കിൽ ഇത് വലിച്ചാൽ മാത്രമേ കത്തുള്ളൂ. പിന്നെ ഇത് എന്തിൻ്റെ വൈപ്പറിൻ്റെ ലെവറാണിത്. പിന്നെ ഇത് ചോക്ക്. പിന്നെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് AC. ഇത് നാഷണലിൻ്റെ AC ആണ്, നല്ലപോലെ തണുക്കും. ഇത് സൂപ്പർ AC ആട്ടോ ഗൈസ്. പിന്നെ ഗൈസ് ഇതാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഇട്ടാ കണ്ടോ, സീറ്റിൻ്റെ അവിടെയാണ് ഹാൻഡ് ബ്രേക്ക്. പിന്നെ ഗൈസ് ഇത് കണ്ടോ, ഇത് ജോയിന്റ് സീറ്റ് ആട്ടോ. ഇത് നമ്മുടെ സാധാ വണ്ടിയുള്ള പോലത്തെ സീറ്റ് അല്ല, ഇത് ജോയിന്റ് സീറ്റ് ആട്ടോ. ഇവിടെ 3 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റും വേണമെങ്കിൽ. പിന്നെ ഗൈസ് ഇവിടെ വേറെ സിസ്റ്റം ഉണ്ട്. ഇതാണ് നമ്മുടെ എന്ന് വെച്ചാൽ ഇതിങ്ങനെ ആക്കിയിട്ടാണ് നമ്മൾ ഇത് ഡോർ തുറക്കുക. പക്ഷെ ഇതന്നെ ഇങ്ങോട്ടാക്കിയാൽ ലോക്കാവും വണ്ടി. നോക്കിട്ടാ കണ്ടോ, ഇങ്ങോട്ടാക്കിയാൽ വണ്ടി ലോക്കാവും, ഡോർ ലോക്കാവും. പിന്നെ നമ്മൾ ഇങ്ങോട്ട് ആക്കിയിട്ടാണ് ഡോർ തുറക്കുക. പിന്നെ ഇതിങ്ങനെ ആക്കിയിട്ടാണ് നമ്മൾ വിൻഡോ താഴ്ത്തുക. ബാക്ക് സീറ്റ് ഡോർ ഇതും ജോയിന്റ് സീറ്റ് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ് കണ്ടോ.
ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് ഒക്കെ ഉണ്ട്. നല്ല സുഖമാട്ടോ ഇതിൽ ഇങ്ങനെ ഇരുന്ന് പോകാൻ, നല്ല സൂപ്പർ കംഫർട്ടാട്ടോ. പെട്രോൾ ടാങ്കിൻ്റെ ഒരു കവറാട്ടോ ഇത്, റബ്ബറിൻ്റെ ഒരു കവറാട്ടോ. ഇനി ഇത് ഊരി കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ അടിക്കാട്ടോ. ഇതാണ് ഇതിൻ്റെ ഡിക്കി. ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ അംബാസഡർ എന്നുള്ള ഇത് ബാഡ്ജിങ് ഇവിടെ ഉണ്ട്, പിന്നെ മാർക്ക് 4 എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്, പിന്നെ ഇതാ ഇവിടെ നമ്മുടെ നമ്പർ പ്ലേറ്റും ഉണ്ട് കേട്ടോ. ഇതാണ് ഡിക്കി. ഇത് തുറക്കുകയാണെങ്കിൽ കണ്ടോ ഇവിടെ ഇതുണ്ട്, ഇങ്ങനത്തെ സാധനം ഉണ്ട്. ഇതിങ്ങനെ വലിച്ച് കഴിഞ്ഞാൽ ഇത് തുറക്കാം. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെ നിൽക്കും കണ്ടോ. ഇത് ഇപ്പം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല, പക്ഷെ ഇതൊക്കെ നല്ല സ്ഥലം ഉണ്ട് കേട്ടോ ഗൈസ്. പഴയ വണ്ടിയാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നല്ല ഡിക്കി സ്പേസ് ഉണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് ഇതിൻ്റെ ബമ്പർ കണ്ടോ. പിന്നെ ഇതിനുണ്ടോ ഇവിടെ 2 സ്ഥലത്തും ബുഷ് ഉണ്ട്, റബ്ബർ ബുഷ്. ഇത് അംബാസഡറിന് മാത്രം വരുന്ന ബുഷ് കേട്ടോ. ഇത് ബാക്കിലും ഉണ്ട് ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക, ഇഷ്ടമില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇനി ഇങ്ങനത്തെ വെറൈറ്റി വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ് ബൈ.